ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഗൂഗിളിൻ്റെ ബ്രൗസറായിട്ടുള്ള ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും മിക്ക ആളുകളും. അപ്പോൾ അതിലുള്ള ചെറിയൊരു ഫീച്ചർ പഠിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, എന്താണ് ആ ഫീച്ചർ എന്നുള്ളത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഫീച്ചർ. എനിക്ക് എൻ്റെ ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ എന്നുള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ പേരാക്കി. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ എന്ന് മാറ്റി നിങ്ങളുടെ പേരോ ഫോട്ടോയോ വെക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവുക. അപ്പോൾ ഈ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ മൈ ഡൂഡിൽ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് വരുന്ന ഫസ്റ്റത്തെ റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടു ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു എക്സ്റ്റൻഷനാണ്. മൈ ഡൂഡിൽ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷനാണ്. അപ്പം ക്രോം കുറേ എക്സ്റ്റൻഷൻ നമുക്ക് നൽകുന്നുണ്ട്. അതിലൊന്നാണ് ആഡ് ടു മൈ ഡൂഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെയാണ്, ഇത് ആഡ് ചെയ്തു. അപ്പോൾ ഇത് ആഡായി എന്നെങ്ങനെ മനസ്സിലാവുക വെച്ചാൽ, നിങ്ങളുടെ പ്രൊഫൈൽ പിക്കിൻ്റെ തൊട്ടടുത്ത് ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഈ മൈ ഡൂഡിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. നമ്മളൊന്നെങ്കിൽ ബാക്ക് സ്പേസ് അടിക്കുക, ബാക്കിലേക്ക് തന്നെ വരിക. അപ്പോൾ ഗൂഗിൾ എന്നുള്ള സ്ഥലത്ത് എന്തായിട്ടുണ്ട്, മൈ ഡൂഡിൽ എന്നായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ പേരാക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഡൂഡിൽ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഫങ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുക. ഒന്ന് ടെക്സ്റ്റ്, ഇമേജ്, ക്ലോക്ക്. ഫസ്റ്റ് ഞാൻ ടെക്സ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഇവിടെ മൈ ഡൂഡിൽ ഡിലീറ്റ് ചെയ്തു. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എൻ്റെ പേര് ഞാൻ കൊടുത്തു, ഡോക്ടർ അമാൻ കെ. ഓക്കെ, ഇത് ഡിഫോൾട്ടാണ്. ഇവിടെ സൂം ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കത് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മൂവ് അപ്പ് ആൻഡ് ഡൗൺ, നിങ്ങൾക്കതിൻ്റെ ഒരു പൊസിഷൻ തീരുമാനിക്കാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്നുള്ളത്, നിങ്ങൾക്ക് ഈ ഡോക്ടർ അമാൻ എന്ന് മാറ്റി ആ സ്ഥാനത്ത് നിങ്ങളുടെ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനിത് സെർച്ച് ചെയ്ത സമയത്ത് ഗൂഗിളിൽ എൻ്റെ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ എന്ത് ചെയ്യാം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ഇമേജ് അഡ്രസ്സ് എന്ന് കിട്ടും. ആ കോപ്പി ഇമേജ് അഡ്രസ്സ് നിങ്ങൾക്ക് ലോഗോയോ ഫോട്ടോയോ എന്ത് വേണമെങ്കിലും ഇവിടെ വെക്കാൻ പറ്റും. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുള്ളൂ. കോപ്പി ഇമേജ് അഡ്രസ്സ് കോപ്പി ചെയ്തു, ഞാൻ തിരിച്ച് എന്ത് വന്നു, എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്തു, മൈ ഡൂഡിൽ എന്നിട്ട് ഇമേജ്. ഈ സ്ഥലത്ത് എന്ത് ചെയ്യാം, ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, സെറ്റ് ആസ് ഡിഫോൾട്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഒരു ഇമേജിൻ്റെ സൈസ് ഉണ്ട്. ഇതാണ് റെക്കമെൻഡഡ് സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു സൈസാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലോക്ക് ടൈം വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓക്കെ, ഇതാണ് ഈ 3 ഫങ്ഷൻസ്. വളരെ സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.